ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനെ ജയിപ്പിക്കാൻ അച്ഛന്റെ മകനോടുണ്ട്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം, അവർക്കിത് വിയോഗം. ശിവം വന്നാ നീ വിളിച്ചു പറയണം, ഞാൻ ഇങ്ങെത്തിക്കോളാം. വാ സോമി. അച്ഛാ, എന്താടി? ദേ ശിവേട്ടൻ വന്നു. മോൻ വന്നോ? മോനെ, നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കടി. ഞാനായിട്ടാ നിന്നെ ചീത്തയാക്കി തന്ന നിന്റെ അച്ഛൻ പറയുന്നത്. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനൊന്നും എന്റെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ ഞാനിവിടെ പൊറുക്കാൻ വന്നൊന്നുമല്ല. എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ താമസിക്കാൻ ഞാനും തയ്യാറല്ല. മോനെ, നിന്നെ മനസ്സിലാക്കാത്തവരോ? നീ എന്ന് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങിയോ അന്ന് മുതൽ നീ ഞങ്ങളെ അന്യരായിട്ടാ കാണുന്നത്. നീ ഞങ്ങൾക്കെന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട മോൻ തന്നെയാ. എന്നിട്ടാണ് ഞാൻ ഇത്രയും നാളും ജയിലിൽ കിടന്നിട്ട് ഒരാള് പോലും തിരിഞ്ഞു നോക്കാതിരുന്നത്. ചത്തോന്നെങ്കിലും വന്നൊന്നും തിരക്കാമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഞാൻ എത്ര പ്രാവശ്യം വന്നു, വിവരങ്ങളെല്ലാം കൃത്യമായി തിരക്കുന്നുണ്ടായിരുന്നല്ലോ. ആ, രക്തബന്ധമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ, നീ ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ കിടക്കായിരുന്നെങ്കിൽ ഈ മഹേന്ദ്രൻ വന്നേനെ. കാരണം അതിനൊരു അന്തസ്സുണ്ടടാ. ഇത് പക്ഷേ കഞ്ചാവ് കച്ചവടത്തിന് പോയ മകനെ കാണാൻ മാത്രം മാണിക്കോത്ത് മഹേന്ദ്രൻ അതപ്പതിച്ചിട്ടില്ല. എടാ, ശത്രുക്കളെ ചതിയിൽപ്പെടുത്തി എന്ന് പറയുന്നതിലല്ല ആണത്തം, പെടാതിരിക്കുന്നതിലാണ് മഹത്വം. കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണി, ഈ പട്ടങ്ങളൊക്കെ എനിക്ക് നേടിത്തന്നത് അച്ഛൻ തന്നെയാ. അച്ഛന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടി ശത്രുക്കളെന്നെ ബലിയാടാക്കുകയായിരുന്നു. അത് ചെയ്തവരെ വേണ്ട രീതി കണ്ടിട്ടാ ഞാൻ ഈ വരുന്നത്. എന്നാലും കുടുംബത്തിനേറ്റ കളങ്കം മാറുന്നില്ലല്ലോ. ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞെന്നാ കളഞ്ഞുപോയ മാനം തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. ഇനി ശിവനിവിടെ വരില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറയാം, മാണിക്കോത്തെ മഹേന്ദ്രന് വേണ്ടിയാ മകൻ ശിവന്റെ ജീവിതം ഇങ്ങനായത്. തലയിൽ കൈവച്ചു പ്രാകുമ്പോ ഇക്കാര്യം ഒന്ന് ഓർത്താ നല്ലത്. മോനെ, അമ്മ പറയുന്നത് കേക്ക്. അച്ഛന്റെ തെറ്റിദ്ധാരണകൾ മാറട്ടമേ, എന്നിട്ട് ആലോചിക്കാം എന്റെ തിരിച്ചുവരവ്. ശിവ, നിന്റെ ഈ ഇറങ്ങിപ്പോക്ക് നിനക്ക് ദുഃഖമേ ഉണ്ടാക്കൂ. എന്റെ എല്ലാ സമ്പാദ്യങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ടുള്ള ഇറങ്ങിപ്പോക്കായിരിക്കും ഇത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ അച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛൻ, മരച്ചീനി കച്ചവടം ചെയ്ത് ഒറ്റ മുറിയിൽ താമസിച്ച് ജീവിതത്തിന്റെ ദുരന്ത നിമിഷങ്ങളെ അതിജീവിച്ചിട്ടുണ്ടെന്ന്. ആ അച്ഛന്റെ കൊച്ചുമകനാ ഞാൻ. എനിക്ക് ജീവിക്കാൻ പരുത്തിക്കുന്ന് കോളനിയിലെ വായനശാലയും കുട്ടന്റെ കടയിലെ ഒറ്റ ചായപ്പും മാത്രം മതിയച്ചാ. ശിവൻ ഹാപ്പിയാ. എടാ, അമ്മ പറയുന്നൊന്ന് കേക്ക് നീ. എടാ മോനെ, നീ പോവരുത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ലമ്മേ. നിർമ്മലേ,
അയ്യോ അയ്യോ ശിവ അച്ഛൻ അയ്യോ എന്താ പറ്റിയേ മോനെ നെഞ്ചിലൊരു വേദന. അച്ഛാ എന്ത് പറ്റിച്ചാ? ഇവിടെ ഒരു പിടുത്തം പോലെ. മോളെ നീ അച്ഛൻ സ്ഥിരം കഴിക്കുന്ന ഗുളിക ഇങ്ങ് എടുത്തോണ്ട് വാ. ശരി അമ്മേ. അമ്മേ പിടിക്കുമേ, അച്ഛനകത്തേക്ക് വാ. കിടത്താം. മോളെ നീ ഒന്ന് വേഗം കൊണ്ടുവാ. ദാ. ദാ. എന്താ എങ്ങനെയുണ്ട്? വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ടോന്ന്? ഡോക്ടറെ വിളിക്കാം. ചെക്കപ്പിനുള്ള സമയമായല്ലോ. കുഞ്ഞെ, നമ്മുടെ പരുത്തിക്കുന്നിലെ സ്ഥലം സീൽ ചെയ്യാൻ കളക്ടറും കൂട്ടരും വരുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു. ഇനിയിപ്പോ അത് വേണ്ട. അച്ഛന്റെ നെഞ്ചുവേദന ഗുളിക കൊടുത്ത് മാറ്റാം. പക്ഷേ നമ്മുടെ സ്ഥലം സീൽ ചെയ്താൽ പിന്നെ അത് തിരിച്ചു കിട്ടില്ല. അത് പറ്റില്ല. ഞാൻ വരും. അത് വിട്ടുകൊടുത്താ ഞാൻ തോറ്റുപോകും. എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റ് ജീവിക്കാനാവില്ല. യോഹന്നാൻ, അവന്റെ മുമ്പിൽ തോറ്റിട്ട് എനിക്കിവിടെ ജീവിക്കണ്ട. അമ്മേ അച്ഛാ അച്ഛൻ തോൽക്കില്ല. അച്ഛനിപ്പോ വിശ്രമമാണ് ആവശ്യം. അച്ഛനെ ജയിപ്പിക്കാൻ അച്ഛന്റെ മകൻ ഇവിടെ ഉണ്ട്. ഇത് ശിവോഹം, എനിക്കിത് നിയോഗം, അവർക്കിത് വിയോഗം. അവനെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല. അവൻ പോയിട്ട് വരട്ടടി. മഹേന്ദ്രന്റെ മകനാവൻ. അവൻ പറഞ്ഞിട്ട് പോയ വാക്ക് നീ കേട്ടില്ലേ? ശിവോഹം. കളക്ടർ ഏത് നിമിഷം ഇവിടെ വരും. നമ്മുടെ ആൾക്കാരെല്ലാം റെഡിയായി ഇവിടെ നിൽക്കണം. ആ കാര്യം ഞങ്ങളേറ്റോ.